Hi, welcome to BBA. This is Honor special video. Honor is a phone. That's this phone. Nelson Model, unbreakable, unbreakable Sanada. Nelson Potata, Horn and the phone, I end up with a special pricing. Honor 200, Honor 200 unboxing. When it is special in the Uchale, Munutamba, the Hamodel Android phone, Honor and the phone, and the Orion price and details in Joyamona, a patent Corolipo, no Honor 200 phone and this month last Honor 200. That's why we unbox the phone customer. That's why we have Android phone and Honor phone. Bro, this 350 phone is GB? RAM is 4GB. Okay. 64GB storage. Battery is 5200 mAh battery. 5200. Battery backup on the 3 battery was TR original office stock 1 year warranty. TR shop warranty. Honor, now you have a brand. Honor, all brand. This Honor is special. Honor is brand using the user experience. Customers oldest phone is long lasting devices. Honor, okay. X9 unbreakable display. Unbreakable display technology is Honor. Honor. Black light light illata samayathu nammal phone okke upayogikarundu ipo YouTube videos aayikode movies aayikode games aayikode idokke kalikkunna ellarkum habit ade kaanu nammal kaanu ade ipo namakku ariyathe നമ്മുടെ സ്മാർട്ട്ഫോണിന്റെ ഡിസ്പ്ലേ നമ്മുടെ കണ്ണിന് എത്ര ഹാംഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എല്ലാ AMOLED ആയിക്കോട്ടെ LCD ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് ഹാംഫുൾ ആണ്. ഇപ്പോൾ ഹോണറിൽ ഒരു പുതിയ ടെക്നോളജി നല്ല ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ റിസ്ക് ഫ്രീ ഡിമ്മിംഗ്, അതായത് PWM പൾസ് വിത്ത് മോഡുലേഷൻ ഡിമ്മിംഗ് കുറവുള്ള ഡിവൈസ് ഡിസ്പ്ലേ ആണ് ഹോണർ ഇറക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞോ. അപ്പോൾ ഇത് ഈ ഡിസ്പ്ലേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് നല്ലതാണ്, തരൂല. മറ്റുള്ള ഫോണുകൾ വരുന്ന അത്ര പ്രോബ്ലം വരില്ല. വരില്ല. അതായത് ഫ്ലിക്കറിംഗ് കുറവായിരിക്കും. ഫ്ലിക്കറിംഗ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണിൽ നോക്കാൻ പറ്റില്ല, അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഫ്ലിക്കറിംഗ് എല്ലാ ഡിസ്പ്ലേയിലും ഇല്ലാതെ സാധാരണയാണത്, എല്ലാ ഡിസ്പ്ലേയിലും ഉണ്ടാവുന്ന സംഭവമാണ്. ഇപ്പോൾ ഹോണറിന്റെ ഡിസ്പ്ലേയിൽ അത് കുറവായിരിക്കും, അതായത് സ്ട്രെയിൻ ആവില്ല നിങ്ങളുടെ കണ്ണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് എന്തായാലും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ആരാലും മൊബൈൽ തന്നെയാണ് ജീവിതം, ഇല്ലാത്ത ജീവിതം, ഇല്ലാത്ത കഞ്ഞി അവസ്ഥയായി മാറി. അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ ഒരു സംഭവം ഉപയോഗിക്കുമ്പോൾ കണ്ണിന് നല്ലോണം സ്ട്രെയിൻ വരും. അതെ, അപ്പൊ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറവാണെന്നാണ് കമ്പനി പറയുന്നത്. ഹോണറിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കണ്ണിന്റെ ഒക്കെ സ്ട്രെയിൻ എത്ര കുറവാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഒരു മോഡലാണോ അത് എല്ലാത്തിന്റെ അങ്ങനെയാണോ? എല്ലാ മോഡലിലും ഉണ്ട്. പക്ഷെ PWM ഡിമ്മിങ്ങിന്റെ ഹേർട്സ് ഉണ്ടാവും, അതായത് മെഷറിംഗ് പോയിന്റ് ഉണ്ടാവും, അത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ചിലതിൽ 3140 ആയിക്കോട്ടെ, ചിലതിൽ 2120 ആയിക്കോട്ടെ, അങ്ങനെ ഹേർട്സിന്റെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഓക്കെ, പക്ഷെ എല്ലാം റിസ്ക് ഫ്രീ ആണ്. റിസ്ക് ഫ്രീ ആണ്. അപ്പോൾ 330 ദിർഹത്തിന്റെ അല്ലേ, 350 നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതല്ലായിരുന്നു ഫോൺ? അതെ, ഓക്കെ. അപ്പം ഇതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഹോണർ X5 പ്ലസിലാണല്ലേ? അതെ, അതിന്റെ ഡെമ്മിയാണിത്. ഹോണർ X5 പ്ലസ് ഇട്ടാ. ഹോണർ X5 പ്ലസ് 330 ദിർഹം, 330 ദിർഹത്തിനാണ് തുടങ്ങുന്നത്. അപ്പോൾ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. എത്ര GB റാം ആയിരുന്നത്? ഇത് 4GB റാം വരും, 64GB സ്റ്റോറേജ് ഉണ്ട്. 64GB. പിന്നെ ക്യാമറ പ്രൈമറി വരുന്നത് 50 മെഗാ പിക്സലാണ്. പിന്നെ 5200 mAh ബാറ്ററി. 5200 mAh. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഒക്കെ ഇപ്പോൾ നോക്കുന്ന ആളുകൾക്ക് ബെസ്റ്റുള്ള ഓപ്ഷനാണ്. ഇത്രയും കുറഞ്ഞ ചില ഇത് 4G ആണോ 5G ആണോ? 4G ഫോൺ. ഒരു 4G ഫോൺ നോക്കുന്ന ആൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. 64GB റാം ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറി 64GB 4GB റാം 64GB മെമ്മറി ഉണ്ട് കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇതെവിടെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്തേത് തരാം. അടുത്തത് നമുക്ക് X6 നോക്കാം. ഓക്കെ, X6. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ? 4GB 128 ആണല്ലേ? 128GB വരും. ഇതിൽ വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഇപ്പോൾ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. മാക്സിമം എന്ന് വെച്ചാൽ 18 watts ആണ്. ഇതിൽ 22.5 wattsന്റെ ഫാസ്റ്റ് ചാർജിംഗ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ കംഫർട്ട് ഡിസ്പ്ലേ ആണ്. കണ്ണിന് സേഫ് ആണ്. 5200 mAh ബാറ്ററി, 22 Hz നേരത്തെ പറഞ്ഞ 128GB അതിൽ മെമ്മറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 4GB റാം വരുന്നുണ്ട് അല്ലേ? 4GB റാം ആണ്. ഹോണർ X6A. ഇതിന് എത്ര പ്രൈസ് വരുന്നത്? ഇതിനാകുമ്പോൾ 390 ദിർഹം, 390 ദിർഹം. 400. ഇപ്പോൾ നമ്മൾ 300 ആണ് എല്ലാം പറയുന്നത്. അതിൽ നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഇതും കൂടെ. അതായത് ഹോണർ X6A. നെക്സ്റ്റ് ഏതാ?
നെക്സ്റ്റ് നമുക്ക് X7B നോക്കാം. ഓക്കെ X7B ഇതാ X7B ഓക്കെ ഇതാ ഹോണർ X7B 16GB മെമ്മറി ആട്ടാ. ഈ 8+8 എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് വരുന്നത്? ഇതിൽ 8GB നിങ്ങൾക്ക് മേജർ റാം ഉണ്ടാവും. പിന്നെ അടുത്ത 8GB എങ്ങനെയാണെന്ന് വെച്ചാൽ റാം ടർബോ ആണ്. റാം എക്സ്ട്രാ റാം വരുന്നതിൽ 2 വിധം വരുന്നുണ്ട്. റാം ടർബോ വരുന്നുണ്ട്, റാം എക്സ്പാൻഷൻ വരുന്നുണ്ട്. റാം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു ഫാൻസി റാം എന്ന് പറയാം. അതായത് നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് കയറിയിട്ട് നിങ്ങളുടെ റാം എക്സ്പാൻഷൻ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ എത്ര GB ആണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇന്റർണൽ സ്റ്റോറേജിൽ നിന്ന് ഫ്രീസ് ആവും. പക്ഷേ ഹോണറിൽ ഇതും ഒരു പ്രത്യേകതയാണ്. ഇതിലൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഇൻബിൽട്ട് ആയിട്ട് ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് 8+8 നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ തന്നെ കാണിക്കും. 8GB + 8GB ഇൻബിൽട്ട് ആണ്. നിങ്ങൾക്ക് ഒരു സ്റ്റോറേജ് ഫ്രീസും ഇല്ല, ഒന്നുമില്ല. ബൈ ഡിഫോൾട്ട്. ഓക്കെ അപ്പോൾ 8+8 16GB റാം ആണ്, 256GB മെമ്മറി ഉള്ള ഹോണർ X7B. ഓക്കെ ഇതിന് ഇതിന്റെ ഇതാണോ അതിൻ്റെ ഡമ്മി? ഓക്കെ ഇതാണ് അതിന്റെ ഡമ്മി. ക്യാമറ 108 അല്ലേ? 108. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതായത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 3 days വരെ നമുക്ക് ഉപയോഗിക്കാം. 6000 mAh ബാറ്ററി വരുന്നുണ്ട്, 3 days വരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല കിടില ഐറ്റം. ഇതിലിപ്പോൾ നമ്മളെല്ലാം 6000 mAh ബാറ്ററി ഉണ്ട്. ഇതിൽ 100 MB 200 വോളിയം വിത്ത് ഡ്യുവൽ സ്പീക്കർ. അതായത് സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. രണ്ട് സൈഡും സ്പീക്കറാണ്, മുകളിലൊന്നും താഴത്തൊന്നും. സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഇത് എത്ര നമുക്ക് കൊടുക്കാം? എത്ര കൊടുക്കാം നമുക്ക് ഇത്? അല്ല കിടില ഫോൺ 550 dirhams. 550 dirham ഇതിനുള്ളൂ കേട്ടോ. ഏതൊരു എന്തായാലും ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുന്ന ആള് പൈസയൊക്കെ 100-500 dirham നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ കിടിലൻ ഒരു ബഡ്ജറ്റിൽ ഫ്രണ്ട്ലി ഫോണാണ് നമ്മുടെ ഹോണർ. ഓക്കെ ഒഴിക്കട്ടെ. ഓക്കെ നെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് X8B. X8B X8B എന്താ പ്രത്യേകത? ഇതും 16GB മെമ്മറി ആണല്ലേ? ഇത് സെയിം 8GB + 8GB ആണ്. ടോട്ടൽ 16GB റാം വരുന്നുണ്ട്. പക്ഷേ ഇന്റർണൽ സ്റ്റോറേജ് വരുന്നതിൽ 512 നേരെ പോയി 512GB ആണ്. 512GB ഹോണർ X8B 512GB മെമ്മറി ഉണ്ട്. അതുപോലെ തന്നെ 16GB റാം ഉണ്ട്. ഓക്കെ നെക്സ്റ്റ് ഇതിന്റെ ഡെം ഇതാണല്ലേ? ഈ ഫോൺ വരുന്നത് ഇങ്ങനെയാണ്. ഹോണർ XB 108 MB ആണ്. ഇതിൽ ക്യാമറ വരുന്നത്, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്, 0 AI നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിന്റെ ഇതൊന്നുമില്ല. പിന്നെ അത് അൾട്രാ സിം ഡിസൈൻ അല്ലേ? 6.75 ഇഞ്ച് mm. ഓക്കെ ഡൺ. അപ്പോൾ ഇതിന് എത്ര പൈസ കൊടുക്കാം നമ്മൾ? ഇത് 799 കൊടുക്കും. 799 ദിർഹത്തിന് നിങ്ങൾക്ക് ഈ ഹോണർ X8B സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ നെക്സ്റ്റ് അടുത്തത് X9B. ഇത് നിലത്തിടാത്ത ഫോൺ, നമ്മൾ നിലത്തിട്ടാലും ഒന്നും സംഭവിക്കാത്ത ഫോൺ X9B. X9B എത്രയ്ക്ക് കൊടുക്കാം നമ്മൾ? X9B കുറച്ച് സ്പെഷ്യൽ പറയൂ. എത്ര റാം കാര്യങ്ങളൊക്കെ? ഇതിൽ റാം എന്ന് വെച്ചാൽ 12GB കോർ റാം ആയിരിക്കും, 8GB റാം ടർബോ ആയിരിക്കും, 20GB റാം ഉണ്ടാവും, 256GB സ്റ്റോറേജ് ഉണ്ടാവും. പിന്നെ ഇതിൽ ബാറ്ററി വരുന്നത് 5800 mAh ആണ്. 5G ഡിവൈസ് ആണ്, ഡുവൽ 5G ഡിവൈസ്. അതായത് രണ്ടും 5G വർക്ക് ആവും. 2 സിം കാർഡും 5G വർക്ക് ആവും. ഓക്കെ ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഇപ്പോൾ ഹോണർ X7B ഒക്കെ പറഞ്ഞല്ലോ. അതൊക്കെ 7B അതൊക്കെ ഏതാ? 4G ആണോ 5G ആണോ? എല്ലാം 4G ആണല്ലേ? ഇതാണ് 5G വരുന്നത്. ഓക്കെ ഇതിപ്പോൾ ഇതാണ് ഫസ്റ്റ് 5G വരുന്നത്. ഓക്കെ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? 1199. 1199 അല്ലേ? ഓക്കെ 1199 ദിർഹത്തിന് നിങ്ങൾക്ക് ഇതാ ഹോണറിന്റെ ഈ ഒരു മോഡൽ ഇട്ടോ. അത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു മോഡലാണ് ഹോണർ X9B 5G വരെ. ഓക്കെ ഡൺ. അപ്പൊ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഹോണർ ലൈറ്റ് അല്ലേ? അതാണ് ഇനി പോണേ. അതെ അതല്ലാതെ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല കഴിഞ്ഞു. ഓക്കെ അപ്പോൾ ഹോണർ 200 ലൈറ്റ് ഇറങ്ങാൻ പോകണേ ഉള്ളൂ ഈ ഫോൺ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്തായാലും അൺബോക്സ് ചെയ്ത് ഇത് ഇങ്ങനെ തന്നെയാണോ വരുന്നത്? ബോക്സ് ഇതുപോലെ തന്നെ വൈറ്റ് കളറാണ് ബോക്സ്. ഹോണർ 200 ലൈറ്റ് എങ്ങനെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്? എന്തായാലും കുറിച്ച് പറയാനുള്ളത്? ഇത് നിങ്ങൾക്ക് ഇപ്പോൾ 1000 റേഞ്ചിൽ നിങ്ങൾ ഒരു ഫോൺ നോക്കുന്ന ആളാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയ എല്ലാ സാധനങ്ങളും ഇതിന്റെ അകത്തുണ്ടാവും. ഓക്കെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇപ്പോൾ ഇതിന്റെ ലുക്ക് വരുന്നത് ഡെമ്മി ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇതിന് ഫോൺ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ 108 MB ക്യാമറയാണ് ഉള്ളത്. ഹോണർ സ്ലിം സാധനമാണ്. അതുപോലെ തന്നെ എന്തായാലും 6.7 AMOLED സൺലൈറ്റ് ഡിസ്പ്ലേ ഉണ്ട്. 16GB റാം, 256GB എക്സ്റ്റൻഡ് മെമ്മറി ഉണ്ട്. ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു മോഡലിലാണ് ഇത് വരുന്നത് 200 ലൈറ്റ്. ഓക്കെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താലും ഹോണർ 200 പൊളിക്ക് അൺബോക്സ് ഓപ്പൺ ചെയ്യാം നമുക്ക്. ഹോണർ എങ്ങനെയുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവം നോക്കാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കൊടുത്ത ഈ ഫോണുകൾക്കൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ കവറും കാര്യങ്ങളും ഒക്കെ എങ്ങനെ? പല ഫോണുകളിലും ഇപ്പോൾ ചാർജറും കാര്യങ്ങളൊന്നും വരാറില്ലല്ലോ. കറക്റ്റ് ആണ്. ഇതിന്റെ ആക്സസറീസിന്റെ കാര്യത്തിൽ നിങ്ങളൊന്നും പേടിക്കാനില്ല. എല്ലാ ബോക്സിന്റെ അകത്തും നിങ്ങൾക്ക് ഹോണറിന്റെ എല്ലാ ഇതിലും ഉണ്ടാവും. എല്ലാത്തിലും ചാർജറും കേബിളൊക്കെ ഉണ്ടോ? ചാർജർ, കേബിള്, ചിലതിൽ ഇയർഫോൺ എല്ലാം ഉണ്ട്.
ഓക്കെ ഇതാണ് അതാണ് ഇത് കൊള്ളാലോ ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഇത് എന്ത് ഡിസ്പ്ലേ ഇതൊരു പ്രത്യേകതരം ബാക്ക്ഗ്രൗണ്ട് ഇതാണല്ലോ ബാക്ക് കവർ ആണല്ലോ പല കളറും വരുന്നതിന് 3 കളറായിട്ടാണ് ഡിവൈസ് വരുന്നത് മാറി മാറി വരും ഒരേ കണ്ട പോലെ മോഡൽ വരാൻ പാടില്ലല്ലോ ഒരു ചേഞ്ച് ആരാണ് ഇഷ്ടപ്പെടാത്തത് നമ്മൾ മോഹൻലാൽ പോലും പറഞ്ഞിട്ടില്ല അതെ മാജിക് OS ഓണായി വന്നല്ലോ ഇത് കാണാൻ സംഭവം കൊള്ളാട്ടാ ഇത് ആദ്യം നമ്മൾ അൺബോക്സ് ചെയ്ത് കാണുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് സാധനം കാണാനും കൊള്ളാം അതുപോലെ തന്നെ അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളി ഇതാ സ്ലിം ആയിട്ടുള്ള നല്ല കിട്ടുള്ള സാധനം നോക്കിയേ നൈറ്റ് സാധനമാണ് അതെ കണ്ട ഇഷ്ടപ്പെടും കാണാൻ നല്ല രസമുള്ള സാധനം ഗ്രാനൈറ്റിന്റെ ഒക്കെ ഒരു എഫക്ട് ഇപ്പോ അടുക്കളയിലും കിച്ചണിലും അതുപോലെ തന്നെ വെക്കുന്ന അതിനൊരു പേരുണ്ടല്ലോ ഒരു ഗ്രാനൈറ്റിന് സ്പെഷ്യൽ ഉണ്ട് പേര് ഗാലക്സി മോഡലാണ് ഇതിൽ വരുന്നത് അതെ ഓക്കെ 108 MB ക്യാമറ ഇതിന്റെ സൈഡിൽ ചെറിയൊരു ഇവിടെയൊക്കെ നല്ല ഡിസൈൻ ഉണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തു സൈഡിൽ കാണിച്ചു കൊടുത്തേ നല്ല രസമായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഗ്യാരണ്ടിയും ഒക്കെ എങ്ങനെ വരുന്നത് ഇതിന് എല്ലാം ഇപ്പൊ കാണിച്ചതിൽ എല്ലാ ഡിവൈസസും TDR സ്റ്റോക്കാണ് TDR അതായത് പ്രോപ്പർ അപ്രൂവ്ഡ് സ്റ്റോക്സ് ആണ് ഇത് ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ 1 ഇയർ വാറന്റി വരും എല്ലാം ബ്രാൻഡ് വാറന്റി ആണ് ഡയറക്റ്റ് സർവീസ് സെന്ററിൽ നിന്ന് ക്ലെയിം ചെയ്യും ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ 1 ഇയർ വാറന്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന്റെ റാമും കാര്യങ്ങളൊക്കെ എത്രയായിരുന്നു ഒന്നുകൂടെ പറഞ്ഞ് ഇതിൽ നിങ്ങൾക്ക് 8+8 GB റാം ഉണ്ടാവും 8 GB കോറും 8GB റാം ടർബോ ടോട്ടൽ 16GB പിന്നെ 256 GB സ്റ്റോറേജ് ഉണ്ട് ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൈമറി 108 മെഗാപിക്സൽ ആണ് പിന്നെ ഫ്രണ്ട് 50 മെഗാപിക്സൽ ആണ് ഈ പ്രൈസ് റേഞ്ചിൽ 50 മെഗാപിക്സൽ ഫ്രണ്ട് കിട്ടൂല പ്രൈമറി ആകുമ്പോൾ 108 കോമൺ ആണ് പക്ഷെ ഫ്രണ്ട് 50 മെഗാപിക്സൽ ഇതിന്റെ പ്രത്യേകത ആണ് AMOLED ഡിസ്പ്ലേയിൽ വരും ഈ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ iComfort ഡിസ്പ്ലേ ആയിരിക്കും ഇതിന്റെ ഫ്രണ്ട് ക്യാമറ എത്രയാണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ 50 മെഗാപിക്സൽ ഓക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം അല്ലേ അതാ സെൽഫി വഴി ജസ്റ്റ് വെക്കാം ഞങ്ങളൊരു സെൽഫി എടുത്ത് നോക്കട്ടെ പോർട്രേറ്റ് ഒക്കെ ഉണ്ടല്ലോ പോർട്രേറ്റ് ഉണ്ട് ഫോട്ടോ ഉണ്ട് അയ്യോ 50 MB ക്യാമറ കേട്ടോ 50 MB നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമ്മൾ സെക്കൻഡ് നോക്കട്ടെ നല്ല നല്ല അടിപൊളി ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇതിന് ബാക്ക് ക്യാമറ കൊണ്ട് നോക്കി നോക്കാം നമുക്ക് ബാക്ക് ക്യാമറ കൊണ്ട് നോക്കി നോക്കാം ബ്രോനെ തന്നെ എടുക്കാം അവിടെ നോക്കട്ടെ ഞങ്ങൾ ഇത് നോർമൽ ഫോട്ടോ കേട്ടോ 0.6 ഉണ്ട് 1x ഉണ്ട് 2x ഉണ്ട് 3x ഉണ്ട് അല്ലേ 3xലൊക്കെ നല്ല നല്ല കിടില മൂപ്പിൻ്റെ മുടിയൊക്കെ നല്ല ക്ലിയറായി നിൽക്കുന്നുണ്ട് ഇതിൽ ഇതാ നോക്കിയേ ഗ്ലാമർ ഒന്നും കൂടെ കൂടി അല്ലെങ്കിൽ ഗ്ലാമറാണ് പിന്നെ ഒന്നുകൂടെ കൂടി തന്നെയാണ് ഇത് എത്ര ബാക്ക് ക്യാമറ ആയിരുന്നു 108 മെഗാപിക്സൽ ആണ് പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഞാൻ പറയട്ടെ നിങ്ങൾ പോർട്രേറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിലൊന്ന് നോക്കിയേക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ആൻഡ്രോയിഡ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 1x 2x ആയിരിക്കും 1x ഉം 2x ഇതിൽ 1 2 3x 3x ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത 3x ഇതില് അതായത് ഇത് ആയിക്കോട്ടെ ഇത് പോർട്രേറ്റ് അല്ലേ പോർട്രേറ്റ് ആണ് ഓക്കെ അതനുസരിച്ചേ ഇവല്ല പോർട്രേറ്റ് അങ്ങനെ പോർട്രേറ്റ് നമ്മൾ എടുത്തിരിക്കുകയാണ് സ്പ്ലിറ്റ് ആവുന്നില്ല സംഭവം ഒക്കെയാണ് നല്ല അടിപൊളി സാധനമാണ് 108 മെഗാപിക്സൽ ക്യാമറയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല വില കുറവുണ്ട് 999 5G അത് ഇത്രയും സംഭവം കിട്ടാന്ന് വെച്ചാൽ നല്ലൊരു വില കുറവാണ് അത് TDR സാധനമാണ് 1 ഇയർ വാറന്റി ഉണ്ട് അതിന്റെ കൂടെ തന്നെ വേറെ കാര്യം പ്രത്യേകം പറയണം കാരണം ഇത് ഇറങ്ങിയിട്ടില്ല നമ്മളിപ്പോ അൺബോക്സിംഗ് ചെയ്ത് നമുക്കായിട്ട് സ്പെഷ്യലി കമ്പനി ഒരു പീസ് തന്നെ അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇറങ്ങാൻ പോകുന്നത് ഈ മാസം ലാസ്റ്റ് ആണ് ഓക്കെ അതിന്റെ മുന്നേ ആർക്കെങ്കിലും ഇത് വേണമെന്നില്ല പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രീ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് അതായത് ഇതിന്റെ തന്നെ ഓണറിന്റെ തന്നെ ബ്രാൻഡായ ഒരു എയർപോർട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് ഓണറിന്റെ തന്നെ നമ്മളൊരു സെൽഫി സ്റ്റിക്ക് അങ്ങനെ 2 സാധനം ഇത് പ്രീ ബുക്കിംഗ് ബുക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് പിന്നെ തരൂല കേട്ടോ ഈ അടുത്ത മാസം പോലും ഇല്ല ഈ മാസം പ്രീ ബുക്ക് ആർക്കെങ്കിലും വേണമെന്ന് മുൻകൂറായിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു 2 സാധനം കമ്പനി തന്നെ കൊടുക്കുന്നതാണ് ഓണർ സെൽഫി സ്റ്റിക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ ഓണറിന് തന്നെ ബ്രാൻഡായ ഇയർബഡും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ അത് ഇപ്പൊ പ്രീ ബുക്ക് ആണെങ്കിൽ എന്നാ അവര് കയ്യിൽ കിട്ടുക കയ്യിൽ ഈ മാസം ലാസ്റ്റിനുള്ളിൽ കയ്യിൽ കിട്ടും ഈ മാസം ലാസ്റ്റ് ഫസ്റ്റിനുള്ളിലായിട്ട് സാധനം കയ്യിൽ വരും വരുമ്പോൾ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഹോണർ എന്ന് പറഞ്ഞ ബ്രാൻഡ് അത്യാവശ്യം അതായത് ഏറ്റവും വിലക്കുറവിലും അതുപോലെ വിലക്കുറവിലും ഇപ്പോൾ 1000 ദിർഹം വരെ നമ്മൾക്ക് റാമും മെമ്മറിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ തരുന്നുണ്ട് അല്ലേ ഏത് സാധാരണക്കാരും ഉപയോഗിക്കാൻ പറ്റിയ ഫോൺ എടുത്തു പറയാം ഇപ്പൊ യു എയിൽ ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് ഫോൺ വെക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണും കൂട്ടിയിട്ട് നമ്മൾ സാംസങ് കഴിഞ്ഞാൽ ആദ്യം സാംസങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹോണർ നല്ല ഓപ്ഷൻ ആണല്ലേ ബെസ്റ്റ് ആയിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഫോണായിട്ട് ഇറങ്ങുന്നത് അത് ഒരു കാലത്ത് നമ്മൾ ഹുവായി ആയിരുന്നു ഹുവായി ഏകദേശം എല്ലാവർക്കും അറിയുന്ന പോലെ ഒന്ന് താഴോട്ട് പോയി പക്ഷെ ഹുവായിന്റെ തന്നെ ശരിക്കും അനിയനെ കാട്ടുന്നൊക്കെ പറയാം കമ്പനി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആ ഒരു കമ്പനി അവർ ഓൺ ഡയറക്റ്റ് അല്ല എന്നാലും അവരെ ഏകദേശം അവരെ സ്റ്റാഫും കാര്യങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടു പോകുന്നത്
പക്ഷെ സെയിം സാധനം തന്നെ ഒരേ സെയിം സാധനം തന്നെയാണ് ഇറങ്ങുന്നത്. അത് അതേ ക്വാളിറ്റി ഉണ്ട്. അതാണ് മെയിൻ പറയാൻ കാരണം. നമ്മളെ ഹുവായിൽ എന്താണ് ക്വാളിറ്റി ഉള്ള അതേ ക്വാളിറ്റിയിലാണ് നമുക്ക് ഓണർ വരുന്നത്. അതുകൊണ്ടാണ് ഓണർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വിസിബിലിറ്റി ഉള്ള പോലും ഓണറിനാണ്. കാരണം വെച്ചാൽ അത്ര നല്ല സാധനം പോകുന്നുണ്ട്. ഇതുവരെ എനിക്കൊരു പീസ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് ആരും കസ്റ്റമർ വന്നിട്ടില്ല. അത്ര നല്ല ഫോണാണ്. നമുക്ക് ധൈര്യത്തിൽ ഇത് വാങ്ങാം. നമ്മളിപ്പോൾ അൺബ്രാൻഡഡ് ആയ അല്ലെങ്കിൽ നമ്മൾ ടി ആർ അല്ലാത്ത നമ്മൾ വാങ്ങുന്ന ആളുകളുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് വെറുതെ പൈസ നമുക്ക് പോക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ വില കുറച്ചിട്ട് തന്നെ TDR 1 year വാറന്റിയുള്ള സാധനം തന്നെ നല്ല സാധനം കിട്ടുമ്പോൾ പിന്നെ വില കുറച്ച സാധനം വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഓപ്ഷനാണ് ഹോണർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു.